നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് പോകാനുള്ള കാരണം എന്താണ്? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് കണ്ടിട്ട് എത്രത്തോളം റെസനേറ്റ് ചെയ്താലും ജീവിതത്തിൽ ഒരു തീരുമാനങ്ങളും എടുക്കാൻ പാടില്ല കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എന്നെ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് റീഡിംഗ് തുടങ്ങുകയാണ്. ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഇത് കാർഡ് ഇവിടെ എവിടെയോ നടന്നു. ഈ കാർഡ്സ് വല്ലതും വരുന്നുണ്ടോ എന്ന് നോക്കാം. ചില സമയത്ത് ഒരു കാർഡ് മതിയാവും കാര്യങ്ങള് കറക്റ്റ് ആയിട്ട് പറയാൻ വേണ്ടി. അതുകൊണ്ടാണ് ഭഗവാൻ കൂടുതൽ കാർഡുകൾ തരാറുള്ളത്. ചില സമയങ്ങളിൽ കുറെ കാർഡുകൾ. ഈ ഒരു കാർഡ് നിങ്ങൾ എന്തോ ഒരു കാര്യത്തില് വളരെ അഡിക്റ്റഡ് ആണ്, എന്തോ ഒരു കാര്യത്തില്. അപ്പൊ ചിലർക്ക് ഒരു സംശയം, ഭർത്താവിനോടുള്ള സംശയം, ഭാര്യയോടുള്ള സംശയം ഒരു അഡിക്ഷൻ ആയിട്ട് മാറും. പിന്നെ സംശയം കൊണ്ട് പല കാര്യങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങും, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തുടങ്ങും. അതൊരു അഡിക്ഷനാണ്. മനസ്സിലായോ? ചിലർക്ക് ഭർത്താവിന്റെ കുറ്റം പറയുക, ഭാര്യയുടെ കുറ്റം പറയുക എന്നുള്ള അഡിക്ഷനാണ്. ഈ വെള്ളവടിയും ചീട്ടുകളിയും വേറെ പല പല ആളുകളുമായിട്ടുള്ള സംസർഗം മാത്രമല്ല നമുക്ക് അഡിക്ഷൻ ആയിട്ട് മാറുന്നത്, ഒബ്സഷൻ ആയിട്ട് മാറുന്നത്. അപ്പൊ നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ വളരെ ഒബ്സെസ്ഡ് ആണ്. ചിലർ ജോലി ഭയങ്കര ഒബ്സഷൻ ആയിരിക്കും, വീട്ടിൽ പോകാതെ ജോലി 24 മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഭക്ഷണം ഒബ്സഷൻ ആയിട്ടിരിക്കുന്ന ആളുകള്, മനസ്സിലായോ? മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ഒബ്സഷൻ ആയിട്ടിരിക്കുന്നവര്, അങ്ങനെ കുറെ. അപ്പൊ എന്താണ് ഒബ്സഷൻ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് എന്തോ ഒരു ഒബ്സഷൻ ഉണ്ടെന്നാണ്, അഡിക്ഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, നിങ്ങളുടെ കൺട്രോളിൽ നിൽക്കാത്ത ഒരു വികാരം നിങ്ങളുടെ ഉള്ളിലുണ്ട്, ഒരു ആഗ്രഹം എന്തോ ഒന്ന് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ അത് മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. അപ്പോ നിങ്ങളുടെ വ്യക്തി എന്തുകൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് പോയതെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോയപ്പോ ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്തായിരുന്നു? അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഭഗവാനേ ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. Alright. ഇവിടെ 3 of Wands കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ വ്യക്തി വേറെ എന്തോ ഒരു കാര്യം കൂടെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു. ചിലപ്പോ ഈ വ്യക്തി ചില സമയത്ത് രണ്ടുപേരും രണ്ട് സ്വഭാവമാണെന്ന് വരിക. ഒരാൾക്ക് വളരെയധികം അംബീഷ്യസ് ആയ ഒരാൾ, കാര്യങ്ങൾ നടത്തിയെടുക്കണം, എനിക്ക് വലിയ വീട് വെക്കണം, ഇഷ്ടംപോലെ ശമ്പളമുള്ള ജോലി വേണം, എനിക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തയുള്ള ആള്, വളരെ പേരും പ്രശസ്തി ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളോ ഉള്ളത് മതി, നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി എന്ന് വിചാരിക്കുന്ന ഒരാള്. അപ്പൊ മറ്റേ ആള് പുറത്തേക്ക് ഫോറിനിൽ പോകാനും പൈസ ഉണ്ടാക്കാനും ഇവരിൽ നിന്ന് അകന്നു നിൽക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ ഇവര് ഇയാളെ പുറകിൽ നിന്ന് പിടിച്ചു വലിക്കാൻ തുടങ്ങും. അത് ഇയാൾക്ക് ഇഷ്ടപ്പെടില്ല. അപ്പൊ ചില സമയത്ത് ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചിട്ട് മുമ്പോട്ട് പോകേണ്ടി വരാറുണ്ട്. ഇത് അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടാണ് ഇവിടെ. ജനറൽ റീഡിംഗ് ആണ്, ആർക്കൊക്കെ റെസനേറ്റ് ചെയ്യുന്ന അറിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. 3 of Wands കാണിക്കുന്നുണ്ട്. 3 of Wands എന്ന് പറഞ്ഞാൽ നമ്മള് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വച്ചിട്ട് നമുക്ക് ആ ഓപ്പർച്യൂണിറ്റി വരാനായിട്ട് വളരെയധികം ആഗ്രഹത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്നു. എന്ത് ഓപ്പർച്യൂണിറ്റിയാണ്? 4 of Pentacles ആണ്. 4 of Pentacles എന്ന് പറഞ്ഞാൽ പണത്തിനോടുള്ള ഒരു ആഗ്രഹം, പണം ഭയങ്കര ഒബ്സഷൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ പണം ചെലവാക്കാതെ എനിക്ക് പണം കൂടുതൽ വേണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു എനർജി. അപ്പോ ഈ വ്യക്തി ആ ഒരു എനർജിയിലായിരുന്നിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങളായിരിക്കാം ആ ഒരു എനർജി. ഈ വ്യക്തിയെ എബ്രോഡ് വിട്ടിട്ട് ഈ വ്യക്തിയെ നിർബന്ധിച്ച് പുറത്തേക്ക് അയച്ചിട്ട് പുറത്ത് പോയി കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കി നിങ്ങൾക്ക് അയച്ചു തരണം.
നിങ്ങൾക്ക് വലിയ വീട് വേണം, നിങ്ങൾക്ക് നല്ല നിലയിൽ ജീവിക്കണം എന്നൊക്കെ അമിതമായ ഒരു ഒബ്സഷൻ പണത്തോട്. അതുകൊണ്ട് നിങ്ങളായിരിക്കാം ഈ വ്യക്തിയെ തള്ളി പുറത്തേക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ, അങ്ങനെ പോകാൻ ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയെ നിങ്ങൾ ഫോഴ്സ് ചെയ്ത് പുറത്തേക്ക് വിടാൻ നോക്കിയിട്ടുണ്ടാവും. എന്തായാലും അവസാനം ഇതൊരു റിഗ്രറ്റിലാണ് അവസാനിച്ചത് ആ സമയം. അപ്പൊ ഒരാൾക്ക് ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ആ കാര്യം മറ്റേയാള് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുക, അല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യം ചെയ്യിപ്പിക്കാതിരിക്കാനായിട്ട് മറ്റൊരാൾ പുറകിൽ നിന്ന് പിടിച്ചു വലിക്കുക. ഇതെന്താണ് സിറ്റുവേഷൻ എന്ന് നിങ്ങൾ എടുക്കുക. എന്തായാലും ഈ ഒരു അവസ്ഥയിൽ മറ്റേയാൾക്ക് ഈ വ്യക്തിക്ക് ഒരു മാനസികമായ ഒരു ഡിസപ്പോയിന്റ്മെന്റ്, മടുപ്പ് തോന്നി തുടങ്ങി. എനിക്ക് വയ്യ ഇങ്ങനെ കഷ്ടപ്പെടാനായിട്ട്, എനിക്ക് നാട്ടിൽ നിന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ജീവിച്ചാൽ, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു വ്യക്തി. അപ്പൊ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ച് പോകുന്നത് എന്നാണ് ഈ വ്യക്തി പറയുന്നത് കേട്ടോ. അപ്പൊ ഇതായിരുന്നു ആ വ്യക്തിയുടെ മാനസിക നില ആ സമയത്ത്. വളരെയധികം ഡിസപ്പോയിന്റഡ് ആയിരുന്നു, വളരെ ആഗ്രഹത്തോടു കൂടി ആരംഭിച്ച ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പൊ ഇത് പോയതിൽ ഭയങ്കര നഷ്ടമുണ്ടായിരുന്നു വ്യക്തിക്ക്. ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു ചിന്ത. ഇനി ഇതിപ്പോ ഒരു തേർഡ് പാർട്ടി കണക്ഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ രണ്ടാം വിവാഹമായിരുന്നു, അല്ലെങ്കിൽ രണ്ടാമതൊരു റിലേഷൻഷിപ്പ് വന്നതാണെങ്കിലും, അപ്പൊ ഈ വ്യക്തി പഴയ റിലേഷൻഷിപ്പ് എന്തൊരു ഭേദമായിരുന്നു ആ റിലേഷൻഷിപ്പ്, അതിൽ നിന്ന് ഞാൻ ഇതിലേക്ക് വന്നു, വളരെ കഷ്ടമായി പോയി, ഞാൻ ആ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ചത് കഷ്ടമായി പോയി എന്നൊരു ചിന്ത ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾ മിക്കവരുടെയും ആദ്യത്തെ റിലേഷൻഷിപ്പ് ആവണം എന്നില്ല, രണ്ടാമത്തെ റിലേഷൻഷിപ്പ് ആവാം, വിവാഹം കഴിഞ്ഞു അത് ഡിവോഴ്സിലേക്ക് പോയി, അപ്പോ അവിടെ നിന്ന് വന്നിട്ട് അത് ഡിവോഴ്സിൽ എനിക്ക് പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഞാനത് ഡിവോഴ്സ് ചെയ്തു, രണ്ടാമത് ഞാൻ വിവാഹം കഴിച്ചു, ഇത് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ അതിലും കഷ്ടം, അപ്പൊ ഞാൻ പഴയ റിലേഷൻഷിപ്പോ അത് ഭേദമായിരുന്നു എന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ വ്യക്തിയുടെ എനർജിയിൽ കാണിക്കുന്നത്. ഓൾറൈറ്റ്, അങ്ങനെയാണെങ്കിൽ ഇപ്പോ ആ സമയം അങ്ങനെയാണ് ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയതെന്നാണ് പറയുന്നത്. അപ്പോ നിങ്ങളെ കുറിച്ച് ഇപ്പോ ഈ വ്യക്തി ആലോചിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുമ്പോ ഇവിടെ നോ എന്ന കാർഡ് റിവേഴ്സ് ആണ് വരുന്നത്. അപ്പൊ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോയി. ഇപ്പോ ഇവിടെ പക്ഷെ ഇവിടെ വന്നിരിക്കുന്ന കാർഡ് 8 of Swords ആണ്. 8 of Swords അപ്രൈറ്റ് വന്നു കഴിഞ്ഞാൽ ട്രാപ്പ് എന്നാണ് പറയുന്നത്, ഒരു ട്രാപ്പിൽ പെട്ട പോലെ നോക്കുക. പക്ഷെ ഇത് റിവേഴ്സ് ആണ് വന്നേക്കുന്നത്. അപ്പൊ ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളെ കുറിച്ച് ഓർക്കുന്നത് രക്ഷപ്പെട്ടല്ലോ എന്നൊരു ഓർമ്മയാണ്. ഞാൻ ഇങ്ങനെ ഒരു കുഴിയിൽ ചെന്ന് ചാടിയതാണ്, എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നൊരു ചിന്തയാണ് ഈ വ്യക്തിക്ക് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോ. മനസ്സിലായോ? അതാണ് ഇവിടെ കാണിക്കുന്നത്. ഈ വ്യക്തി അങ്ങനെ ഒരു ചിന്തയാണ് ഈ വ്യക്തിക്ക്. അപ്പൊ നമ്മള് മറ്റുള്ളവരെ ഫോഴ്സ് ചെയ്യുമ്പോൾ അതാണ് ചിലപ്പോ പാവമായ സ്വഭാവമുള്ളവരായിരിക്കാം. എന്നുവെച്ചാൽ നമ്മൾ എന്ത് ചെയ്താലും പ്രതികരിക്കാത്ത, നമ്മളെ വഴക്ക് പറയാത്ത, എല്ലാത്തിനോടും അഡ്ജസ്റ്റ് ചെയ്ത് കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ആളുകളാണ് നമ്മളുടെ ലൈഫിൽ ഉള്ളതെങ്കിൽ ചില സമയത്ത് ചിലർക്ക് അവരുടെ മെക്കിട്ട് കയറാനുള്ള ഒരു മെന്റാലിറ്റി വരും. മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചാല് നിങ്ങൾ എന്താ ഇങ്ങനെ ചായ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ എന്ത് പറഞ്ഞാലും ചെയ്യുന്ന ഒരാളാണ്. ചായ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോ കുറച്ചൊരു പഞ്ചസാരയുടെ കുറവ്, അതിനവരെ ഭയങ്കരമായിട്ട് ചീത്ത പറയുക. മനസ്സിലായോ? അങ്ങനെയൊക്കെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു വരുമ്പോ അവർക്ക് അതുവരെ പുറത്തേക്ക് വേറൊരു വഴിയില്ലാത്തത് കൊണ്ടാണ് അവർ ആ അവസ്ഥയിൽ നിൽക്കുന്നത്. പക്ഷെ അവർക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാല് അവർ അവിടെ നിന്ന് രക്ഷപ്പെടും. അങ്ങനെ ഒരു അവസ്ഥ നമ്മൾ വളർത്തി കൊണ്ടുവരരുത്. അങ്ങനെയുള്ളവര് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോഴാണ് നമ്മൾ നഷ്ടങ്ങളുടെ വില മനസ്സിലാകുന്നത്, റിലേഷൻഷിപ്പിന്റെ വില. കാരണം തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല, നമ്മളെ കയ്യിൽ നിന്ന് പോയി ആ കാര്യം. പിന്നെ നമ്മൾ എത്ര കരഞ്ഞിട്ടോ എന്ത് മാജിക് ചെയ്താലും തിരിച്ചു കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ റിലേഷൻഷിപ്പിന്റെ പ്രശ്നം അതാണ്. രണ്ട് ഇൻഡിവിജ്വൽസ് ആണ്, രണ്ട് എനർജിയാണ്. അതിനെ ബ്ലാക്ക് മാജിക് കൊണ്ടൊക്കെ തിരിച്ചു വരുത്തുക, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് തിരിച്ചു വരുത്തുക എന്നൊക്കെ പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് അവര് നമ്മളിൽ നിന്നുള്ള ബന്ധത്തിൽ നിന്ന് അവർ അകന്നു പോകാതിരിക്കാൻ നമ്മൾ മാക്സിമം അവരെ അറിഞ്ഞു പെരുമാറുക. ഒരാള് നമ്മളോട് അഡ്ജസ്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ അയാളെ മാക്സിമം ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കാതിരിക്കുക കേട്ടോ. അത് ദൈവത്തിനോട് നന്ദി പറയുക, ഇങ്ങനെ ഒരാളെ എന്റെ ജീവിതത്തിൽ തന്നല്ലോ എന്ന് നന്ദി പറയുക. അല്ലാതെ ഇയാൾ എങ്ങനെയാണ് പ്രതികരിക്കില്ല, ഞാൻ എന്ത് പറഞ്ഞാലും ഒന്നും പ്രതികരിക്കില്ല, അപ്പൊ പിന്നെ കുഴപ്പമില്ല, ഇയാൾക്ക് ആരും ചോദിക്കാനും പറയാനുമില്ല, അപ്പൊ കുഴപ്പമില്ല എന്ത് ചെയ്താലും എന്നൊരു ചിന്താഗതി വളർത്തി കൊണ്ടുവരാതിരിക്കുക. ഇതിപ്പോ ഈ റീഡിങ് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ റീഡിങ് എനർജി ആയിരിക്കും ഇവിടെ വരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിരിക്കും.
എങ്ങനെയാണ് വരിക എന്ന് വെച്ചാൽ അങ്ങനെ എടുക്കുക കേട്ടോ. എന്തായാലും ഈ വ്യക്തി നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നൊരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ വ്യക്തി എന്തെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ ഭഗവാനെ? യെസ് എന്ന് പറയുന്നുണ്ട്. ഒരു റിസ്ക് എടുക്കാൻ ചിലപ്പോൾ ഈ വ്യക്തി റെഡി ആകും. ഇപ്പോഴത്തെ അവസ്ഥയിൽ, ഇപ്പോഴത്തെ എനർജിയിൽ ഈ വ്യക്തി വിചാരിക്കുന്നത് ഞാൻ രക്ഷപ്പെട്ടു ഭഗവാനെ എന്ന് പറയുന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ ചിലപ്പോ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന ആഗ്രഹം ഉണ്ടാകാം. മനസ്സിലായി എന്നാണ് പറയുന്നത്. ഒരു റിസ്ക് എടുക്കാൻ ഈ വ്യക്തി റെഡി ആകാം. ഇത് അക്വേറിയസ് സോഡിയാക് സൈൻ ആണ്. ചിലപ്പോൾ നിങ്ങളോട് ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു മനസ്സ് ഈ വ്യക്തി വളർത്തിയെടുക്കാം കുറച്ച് വർഷങ്ങളൊക്കെ കഴിയുമ്പോൾ. അങ്ങനെ ഈ വ്യക്തി തിരിച്ചു വരാൻ ആഗ്രഹിക്കാം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഈ വ്യക്തി ചിലപ്പോ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോ നോക്കാം നമുക്ക്. അപ്പൊ ഈ വ്യക്തി തിരിച്ചു വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിനുവേണ്ടി നിങ്ങളിപ്പോ എന്താണ് ചെയ്യുന്നത് ആ കാര്യം നിങ്ങൾ തുടരുക കേട്ടോ. എപ്പോഴത്തേക്കാണ് ഈ വരുന്നത്, ഈ വ്യക്തി വരാൻ ഒരു ചാൻസ് എന്ന് നമുക്ക് നോക്കാം. വെൻ യു ലെറ്റ് ഗോ എന്നാണ് പറയുന്നത്. നിങ്ങൾ മുറുക്കെ പിടിക്കുന്നത് വിട്ടുകളയുക. വെൻ യു ലെറ്റ് ഗോ എന്ന് പറഞ്ഞാല് നമ്മള് ഒബ്സഷൻ കണ്ടില്ലേ, ഇത് മുറുക്കെ പിടിച്ചിരിക്കുകയാണ്, ഇത് വിട്ടുകളയില്ല, ഞാൻ ഈ വ്യക്തിയെ പോകാൻ സമ്മതിക്കില്ല, എനിക്ക് ഈ വ്യക്തി തിരിച്ചു വേണം, എങ്ങനെ കിട്ടും, ഞാൻ ബ്ലാക്ക് മാജിക് ചെയ്യണം. ചിലർ എന്നോട് പറയും ഇങ്ങനെ ഇപ്പം കോണ്ടാക്ട് ചെയ്യുന്നില്ല, ഇതെങ്ങനെ തിരിച്ചു കൊണ്ടുവരാം, എന്ത് ചെയ്താലും തിരിച്ചു കൊണ്ടുവരാം, സ്പെൽ വർക്ക് ചെയ്താൽ തിരിച്ചു കൊണ്ടുവരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ അതൊന്നും ചെയ്യാറില്ല. ഞാൻ സ്പെല്ലൊന്നും ചെയ്യാറില്ല. കാരണം എനിക്ക് അതിൽ വിശ്വാസമില്ല. എനിക്ക് വിശ്വാസം നമ്മളുടെ കർമ്മം, നമ്മളുടെ കർമ്മഫലം, അതിലാണ് എനിക്ക് വിശ്വാസം. അപ്പൊ അതുകൊണ്ട് എല്ലാവരോടും കർമ്മങ്ങൾ നന്നായിട്ട് ചെയ്യാനാണ് ഞാൻ പറയുക. സ്പെല്ലൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് അതൊക്കെ വളരെ പ്രശ്നമുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കി എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടാണ് ആ വ്യക്തി പോയതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കഴിവ് വളർത്തിയെടുക്കുക. തെറ്റുകൾ ആക്സെപ്റ്റ് ചെയ്യുക, അത് തിരുത്താൻ ശ്രമിക്കുക. അങ്ങനെയുള്ളൊക്കെ സമയമാകുമ്പോഴാണ് ഈ വ്യക്തി തിരിച്ചു വരിക കേട്ടോ. അല്ലാതെ ബ്ലാക്ക് മാജിക് കൊണ്ടോ സ്പെല്ലോ കൊണ്ടൊന്നും ആരും തിരിച്ചു വരില്ല കേട്ടോ. അതൊക്കെ നമ്മളെ തെറ്റിദ്ധാരണയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമാണ് കണ്ടത്. അപ്പൊ നിങ്ങളിപ്പോ ഈ വ്യക്തിയെ മുറുക്കെ പിടിച്ചിരിക്കുകയാണ്, എനിക്ക് ഈ വ്യക്തി ഇല്ലാണ്ട് പറ്റില്ല. നമ്മള് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വേറൊരു റിലേഷൻഷിപ്പിൽ പോകും. ഈ റിലേഷൻഷിപ്പ് നമ്മളെ നഷ്ടപ്പെട്ടു, നമ്മള് വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോവാ, അതും നഷ്ടപ്പെട്ടു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ രണ്ട് റിലേഷൻഷിപ്പിലും പുറത്തുനിന്ന് മറ്റേ ആൾക്കല്ല പ്രശ്നം, നമ്മൾക്കാണ് കൂടുതൽ പ്രശ്നം. കാരണം നമ്മളുടെ അടുത്താണ് റിലേഷൻഷിപ്പ് പോകുന്നത്. അപ്പൊ നമ്മളുടെ തെറ്റുകൾ മനസ്സിലാക്കി, കുറവുകൾ മനസ്സിലാക്കി അത് തിരുത്താൻ ശ്രമിക്കുക. നമ്മുടെ ക്യാരക്ടറിൽ കുറച്ചെങ്കിലും വ്യത്യാസങ്ങൾ, ക്ഷമ, സംശയം കുറയ്ക്കുക, ഒബ്സസീവ് ആയിട്ട് ഒരാളെ പിടിച്ചു വെക്കാൻ ശ്രമിക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറെ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ നമുക്ക് നല്ല റിലേഷൻഷിപ്പ്, പോസിറ്റീവായ റിലേഷൻഷിപ്സ് വരും നമ്മുടെ ജീവിതത്തിലേക്ക്. അല്ലെങ്കിൽ ആ ഒരു ചക്രത്തിൽ കിടന്ന് നിങ്ങൾ വട്ടം കറങ്ങും, വരുന്നത് പോകും, പിന്നെയും വരും, വേറെ വരും, അതും അതുപോലെ പോകും, പിന്നെ വേറെ വരും, അതും അതുപോലെ പോകും. മനസ്സിലായി? നമ്മളുടെ എനർജി മാറ്റാതെ ഒരു വ്യത്യാസവും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും ഒരു റീഡിംഗുമായി